തീർച്ചയായും അയാൾക്ക് ചെയ്യാൻ മാത്രമല്ല എതിരാളിക്ക് വോട്ട് ചെയ്യും. KC വേണുഗോപാലിന്റെ ഒരു പോസ്റ്റ് പോലും ഇവിടെ ഒട്ടിക്കാൻ പറ്റില്ല. മൊത്തം കത്തിക്കും, ബാനറും എല്ലാം കത്തിക്കും. സതീശൻ തന്നെ മന്ത്രി വേണം. മറ്റേ വേണുഗോപാലിന്റെ ഇവിടെ വന്നിട്ടുണ്ട്, ഇവിടെ പൊടി കാണൂല. വെള്ളം കുടിപ്പിച്ചിട്ട് വിടും. ഈ ഐസിയുയിൽ കിടന്ന കോൺഗ്രസിന് ഇന്ന് ഈ ജീവവായു കൊടുത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നതാരാ? സതീശനാണ്. അതിന്റെ പേര് ഇവനെയൊക്കല. ആരാന്റെ കുട്ടിക്ക് ഞാനത് എന്താന്നും പറിച്ചു വരുത്താം. ഇനി വേറെ ഏതെങ്കിലും മണ്ഡലത്തിലാണ് ഇന്നെങ്കിലും ഇവിടുന്ന് ആള് പോയിട്ട് അവിടെയും പ്രശ്നം ഉണ്ടാക്കും. UDFന്റെ മേലിൽ 102 MLA കിട്ടിയിരുന്നു. ഈ 102 MLA ഒരു മുഖ്യമന്ത്രിയാകാൻ യോഗ്യനില്ലെങ്കിൽ പിന്നെ കോൺഗ്രസ് പാർട്ടി പിരിച്ചുവിടലല്ലേ അല്ലേ? അതുപോലെ 2 ഇലക്ഷൻ നടത്തണോ? കോടിക്കണക്കിന് ഇപ്പൊ നഷ്ടമാണ് വരുന്നത്. അതുകൊണ്ട് പുറക്കുന്നോണ്ട് വിഷയമൊന്നല്ല. ഒരു സീറ്റ് പോയാലും സീനില്ല, തോറ്റിരിക്കും. വീട്ടിൽ കയറി പറയൂ വോട്ട് കൊടുക്കണ്ട. നിലവിൽ KC വേണുഗോപാൽ വേണ്ട. മരിച്ചുപോയ കോൺഗ്രസിനെ തിരികെ കൊണ്ടുവന്നതാരാ? അപ്പൊ VD സതീശൻ തന്നെ മുൻ സ്ഥാനത്ത് നിൽക്കണ്ടേ? ഇനി KC വന്നാൽ ഞങ്ങളെല്ലാം മുസ്ലിം ലീഗിന് വേണ്ടിയിട്ട് ഊണും ഉറക്കൊഴിയുന്ന ആൾക്കാരാണ്. ഒരു കാരണവശാലും ഞങ്ങൾ എങ്ങനെയും വില കൊടുത്തിട്ട് അവനെ തോപ്പിക്കും. ഞാൻ ചോദിക്കട്ടെ, രാജസ്ഥാൻ അലാക്കാക്കിയതാരാ? ഇതേ KC.